ഇനി അടുത്ത് നോക്കാം കേട്ടോ. ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ്. അടുത്തതാണ് ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ്. എന്താണ് ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് നോക്കാം. വിത്ത് ദ SSC does not cooperate in the assessing proceedings with the tax authorities and fails to discharge its statutory duty in the matter, the assessing authority is left with no option but to assess his income to the best of his knowledge. എന്താ പറയുന്നത്? ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് അസസ്സി അയാളുടെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇൻകം പ്രൊസീഡിങ്സ് പ്രോപ്പറായിട്ട് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് കൊടുക്കാനായിട്ട് ഫെയിലാവുകയാണെങ്കിൽ, ഫെയിൽസ് ടു ഡിസ്ചാർജ് ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി, നിയമപരമായിട്ടുള്ള അയാളുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് വീഴ്ച വരുത്തുകയാണെങ്കിൽ അസസിങ് അതോറിറ്റിയാണ് എന്ത് ചെയ്യാന്ന് പറയുന്നത് ആളുടെ, അതായത് ഒരു ബെസ്റ്റ് ഓഫ് ഹിസ് നോളേജ് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്താ പറയുന്നത് അവര് അസസ് ചെയ്യും. As the name suggests, assessing officer relies on his best judgment. ആൾക്ക് എന്താണോ തോന്നണേ വെച്ചെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്താണ് മനസ്സിലാവണമെന്ന് വെച്ചാൽ അതനുസരിച്ചാണ് അവർ ജഡ്ജ്മെന്റ് നടത്തുന്നത് കേട്ടോ. But he must not act vindictively, dishonestly or capriciously. അതായത് അൺസ്റ്റഡിഫിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കൃത്യമായിട്ട് പറയാതിരിക്കുക. നമ്മളിപ്പോൾ ക്രൈം ഒക്കെ ചെയ്യണ സമയത്ത് ചോദ്യം ചെയ്യിക്കുമ്പോൾ എന്താ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള മറുപടി പറഞ്ഞു, രണ്ടാളും പറഞ്ഞതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ. അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അല്ല പിന്നീട് ചോദിക്കുമ്പോൾ പറയാം, വ്യത്യസ്തമായിട്ട് പറയാം. ഓൺലി എ ഫെയർ എസ്റ്റിമേറ്റ് ഈസ് ടു ബി ഡൺ. ഗസ് വർക്ക് ഇഫ് എനി ഡൺ മസ്റ്റ് ബി ഹോണസ്റ്റ്. ഗസ് വർക്കാണ് അവർ ചെയ്യുക. ഇൻ കേസ് ഓഫ് അപ്പീൽ ദ അസസിംഗ് ഓഫീസർ ഈസ് ബൗണ്ട് ടു ഡിസ്ക്ലോസ് ദ ബേസിസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ് ബിഫോർ ദ അപ്പലറ്റ് അതോറിറ്റീസ്. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി, അതായത് അസസിംഗ് ഓഫീസറാണ് അപ്പലറ്റ് അതോറിറ്റീസിന്റെ മുന്നിലേക്ക് എന്താ പറയുന്നത് ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് നടത്തുന്നത്. അതായത് ആളുടെ റിട്ടേൺ ഇങ്ങനെയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേൺ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വെക്കും. ഇനി കമ്പൽസറി ജഡ്ജ്മെന്റ്. എന്താണ് കമ്പൽസറി? ആ ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റിൽ 2 സബ് പോയിന്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് കേട്ടോ, നിർബന്ധമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ. ഫെയിലിയർ ടു ഫയൽ ദ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഫെയിലിയർ ആവുകയാണെങ്കിൽ, failure to comply with notice under section 142 subsection 1. നെക്സ്റ്റ് ഇൻകറക്റ്റ് റിട്ടേൺസ്. ഈ 3 സിറ്റുവേഷനിലാണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് നടത്തുന്നത്. ഇനി നോട്ടീസ് ഓഫ് ബീയിങ് ഹേർഡ്. അസസിംഗ് ഓഫീസർ ഗിവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ അസസി. അസസിംഗ് ഓഫീസേഴ്സ് അസസിക്ക് ഒരു അവസരം കൊടുക്കും, ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ടു എക്സ്പ്ലെയിൻ ഹിസ് സ്റ്റാൻഡ്. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്, അസസിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സിറ്റുവേഷൻ, ഒരു അവസരം കൊടുക്കുക. ബിഫോർ മേക്കിംഗ് ദ ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് ബൈ സെർവിങ് എ നോട്ടീസ്. നോട്ടീസ് കൊടുക്കണേക്കാൾ, നോട്ടീസ് പ്രകാരം സെർവ് ചെയ്യണേക്കാൾ മുമ്പ്, അതായത് അസസിംഗ് ഓഫീസേഴ്സിനെ നോട്ടീസ് കിട്ടിയിട്ട് അതിന്റെ ബേസിൽ അവർ സർവീസ് ചെയ്യണേക്കാൾ മുൻപ് അസസിക്ക് ഒരു അവസരം എന്തായാലും കൊടുത്തിരിക്കും കേട്ടോ. കോൺസിക്വൻസസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയായിരിക്കും? പെനാലിറ്റി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പറയുന്നത് പ്രോസിക്യൂഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത് പ്രിവെന്റഡ് ഫ്രം പ്രൊഡ്യൂസിങ് എനി ന്യൂ ഫാക്ട് അപ്പീൽസ്. പിന്നെ നോ റീഫണ്ട് ഗ്രാൻഡഡ് അണ്ടർ ദീസ് സെക്ഷൻസ്. ഇതൊക്കെയാണ് എന്താ പറയുന്നത് അതിനുള്ള കോൺസിക്വൻസസ് കേട്ടോ. ഇനി റെമഡി എഗെയിൻസ്റ്റ് ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ്. എന്താണ് ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റിന്റെ റെമഡി? റെമഡി എഗെയിൻസ്റ്റ് ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് കേട്ടോ. ഇൻ ദി കേസ് ഓഫ് ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് an assessee has a right to file an appeal. അസസിക്ക് വേണമെങ്കിൽ ഒരു റൈറ്റ് ഉണ്ട്, ഒരു അവകാശമുണ്ട് ഫയൽ an appeal, ഒരു അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട്. ഏത് സെക്ഷനിൽ? അണ്ടർ സെക്ഷൻ 246A. or to make an application for revision under section 264 to the commissioner. കമ്മീഷണർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറയുന്നത് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പീൽ ടു ദ കമ്മീഷണർ, അതായത് അപ്പീൽസ് എഗെയിൻസ്റ്റ് ദി അസസ്മെന്റിനെതിരെ അപ്പീൽ കൊടുക്കാം. അപ്പീൽ പോവാന്നൊക്കെ കേട്ടിട്ടില്ലേ? then the appellate tribunal and also to high court on questions of law. അതായത് വേണം ചെയ്യുന്ന പറയുന്നത് ഹൈക്കോർട്ട് വരെ അത് കൊണ്ടുപോവാം. ഇതൊക്കെയാണ് ആ വ്യക്തിക്കുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് ആർക്ക്? അസസിക്ക്. ഇനി
ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് കേട്ടോ. അതിൽ രണ്ടെണ്ണമാണ് ഞാൻ സബ്ബായിട്ട് പറഞ്ഞിരുന്നത്, കമ്പൽസറിയും ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റും. അണ്ടർ ദി ഫോളോയിങ് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് വരിക? കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ടുകളൊക്കെ കറക്റ്റ് ചെയ്യുക. മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ട് ചെയ്ത മെത്തേഡിൽ എന്തെങ്കിലും എന്താ പറയുന്നത്, നോ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഈസ് റെഗുലർലി ഫോളോഡ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് മെത്തേഡ് അവർ റെഗുലറായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. റോങ് കമ്പ്യൂട്ടേഷൻസ് ഓഫ് ഇൻകം, തെറ്റായ രീതിയിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ് അസസ്മെന്റ് ആണ് വരിക കേട്ടോ. ഇനി നാലാമത്തെ റീ അസസ്മെന്റ്, വീണ്ടും അസസ് ചെയ്യുക. റീ അസസ്മെന്റ് ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് റീ അസസ്മെന്റ് നടത്തുക? നോ റിട്ടേൺ ഫയൽഡ്, റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുക. നോ അസസ്മെന്റ് നടത്താതിരിക്കുക. അതായത് ഡിഡക്ഷൻസോ എന്തൊക്കെയാണ് ക്ലെയിം ചെയ്യേണ്ടത് വെച്ചാൽ അതൊന്നും കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഇന്റർനാഷണൽ ആയിട്ടാണെങ്കിൽ നോ റിപ്പോർട്ട് റിഗാർഡിങ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തേണ്ട റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഇൻകം ചാർജബിൾ ടു ടാക്സ് ഹാസ് ബീൻ അണ്ടർ അസസ്ഡ് ഓർ അസസ്ഡ് അറ്റ് ടു ലോ, അതായത് ശരിയായതിൽ നിന്നും വളരെ കുറച്ച് കാണിക്കുക. പിന്നെ അസറ്റ് ഔട്ട്സൈഡ്, പുറത്ത് കിടക്കുന്ന ഇന്ത്യയുടെ പുറത്ത് കിടക്കുന്ന അസറ്റുകളെ പറ്റി കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് റീ അസസ്മെന്റ് വരുന്നത്. ഇനി സീരീസ് ഓഫ് നോട്ടീസ് കൊടുക്കും. എന്താ പറയുന്നത്, അസസിംഗ് ഓഫീസർ ഷാൾ സെർവ് ഓൺ എ അസസി എ നോട്ടീസ് അണ്ടർ സെക്ഷൻ 148 148 സെക്ഷൻ 148 പ്രകാരം അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യുന്ന പറയുന്നത് നോട്ടീസ് സെൻഡ് ചെയ്യും. റിക്വയറിംഗ് ടു ഫയൽ എ റിട്ടേൺ ഓഫ് ഇൻകം, ഇതിന് അപ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈമും കൊടുക്കും. ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുന്ന പറയുന്നത് റീകമ്പ്യൂട്ടേഷൻ നടത്തിക്കൊണ്ട് അസസ്മെന്റ് ക്ലിയർ ആക്കി കൊടുക്കണം. ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് നോട്ടീസ്, ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഇഫ് ഇൻകം എസ്കേപ്ഡ് ഈസ്, ഇൻകം ലെസ് ദാൻ 1 lakh ആണെങ്കിൽ 4 years ഫ്രം എന്താ പറയുന്നത് അപ് ടു 4 years ഫ്രം എൻഡ് ഓർ റെലവെന്റ് അസസ്മെന്റ് ഇയറിൽ. പിന്നെ എന്താ പറയുന്നത് ഇൻകം എസ്കേപ്ഡ് ഇൻകം ഈസ് 1 lakh ഓർ മോർ ആണെങ്കിൽ ബിയോണ്ട് 4 weeks ബട്ട് അപ് ടു എന്താ പറയുന്നത് 6 years. ഇൻകം റിലേറ്റഡ് ടു അസറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ബിയോണ്ട് 4 years ബട്ട് അപ് ടു എന്താണെന്ന് പറയുന്നത് 16 കേട്ടോ. ടൈം ലിമിറ്റ് കൊടുക്കും. പിന്നെ അസസ്മെന്റ് ഓർഡറുകൾ, പിന്നെ അസസ്മെന്റ് ഓർ റീ അസസ്മെന്റ് അണ്ടർ സെക്ഷൻ 147 ഷാൾ ബി മെയ്ഡ് വിത്തിൻ 12 months. റീ അസസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 12 മാസത്തിനുള്ളിൽ അത് റിട്ടേൺ ശരിയാക്കി കൊടുക്കണം. റേറ്റ്സ് ഓഫ് ടാക്സ് ഫോർ എസ്കേപ്ഡ് ഇൻകം, നിങ്ങൾ ഇൻകം വേണ്ട വിധത്തിൽ ടാക്സ് അടയ്ക്കാനായിട്ട് തയ്യാറായില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് വേണ്ട വിധത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പണിഷ്മെന്റുകളൊക്കെ എന്താണെന്ന് കേട്ടോ. സിംപ്ലിഫിക്കേഷൻ ഓഫ് അപ്രൂവൽ, അതായത് എന്തായാലും എന്താ പറയുന്നത് ഇംപ്രിസൺമെന്റ് വരെ വരും, ജയിൽവാസം വരെ കിട്ടേണ്ട സംഗതികളാണ്. അപ്പോൾ ജയിലിലേക്കൊന്നും പോവാതിരിക്കാനായിട്ട് നോക്കണമെങ്കിൽ എന്ത് വേണം, കറക്റ്റായിട്ട് ഇൻകം എന്ത് ചെയ്തോളൂ, റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുത്തോളൂ എന്ന്. സിംപ്ലിക്കേഷൻസ് ഓഫ് അപ്രൂവൽ റീജിയൻ ഫോർ ഇഷ്യൂ ഓഫ് നോട്ടീസ് ഫോർ അസസ്മെന്റ് ടു ബ്രിങ് സിംപ്ലിസിറ്റി സെക്ഷൻസ് 151 has been substituted by the new section 151 ഇത് provides as under. പുതിയ സെക്ഷൻസ് കൊണ്ടുവന്ന് നോക്കിയോളൂ. എന്താണ്, വേർ എ നോട്ടീസ് ഈസ് ടു ബി ഇഷ്യൂഡ്, അതായത് നിങ്ങൾ ഇൻകം എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന നോട്ടീസാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വേർ ദി നോട്ടീസ് ഈസ് ടു ബി ഇഷ്യൂഡ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 4 years, 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അനങ്ങാണ്ടിരിക്കുകയാണ്, വേണ്ട വിധത്തിൽ പ്രോപ്പർ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ നോ നോട്ടീസ് ഷാൾ ബി ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 148 ബൈ എൻ അസസിംഗ് ഓഫീസർ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ പീരീഡ് ഓഫ് 4 years ഫ്രം ദ എൻഡ് ഓഫ് ദി റെലവെന്റ് അസസ്മെന്റ് ഇയർ അൺലെസ് ദ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ഓർ കമ്മീഷണർ ഈസ് സാറ്റിസ്ഫൈഡ് ഓൺ ദ റീസൺസ്. ഇതിൽ എന്താണ് കാരണമെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എന്താ പറയുന്നത്, നിങ്ങൾക്ക് റീ അസസ്മെന്റ് നടത്താൻ പറ്റാതെ വരികയും അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരികയെന്ന് വെച്ചെങ്കിൽ എന്താണ് അതിന്റെ റീസൺ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അത് അസസിംഗ് ഓഫീസർക്ക് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ എന്താ പറയുന്നത് ഓൺ ദ റീസൺസ് റെക്കോർഡഡ് ബൈ ദി അസസിംഗ് ഓഫീസർ that it is a fit case for the issue of such a notice. അതായത് എന്താ പറയുന്നത്, അതിന് സ്യൂട്ട് ആവണം കേട്ടോ, ഫിറ്റ് ആവണം. ഫിറ്റ് മീൻസ് സ്യൂട്ട് ആയിട്ടുള്ളതാണെങ്കിൽ, അവർ ചോദിച്ച മറുപടിക്ക് സ്യൂട്ട് ആയിട്ടുള്ളതാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന പറയുന്നത് നോട്ടീസ് കൊടുത്ത് അതും ഒരു ആക്ഷൻ എടുക്കാതെ നോക്കും. പിന്നെ
ഇനി അതർ കേസുകളൊക്കെ ആണെങ്കിൽ നോ നോട്ടീസ് ഷാൾ ബി ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 148 ബൈ എൻ അസസിംഗ് ഓഫീസർ ഹു ഇസ് ബിലോ ദി റാങ്ക് ഓഫ് ജോയിന്റ് കമ്മീഷണർ റാങ്കിനേക്കാൾ കുറഞ്ഞ വ്യക്തിയാണ് അസസിംഗ് ഓഫീസർ എങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് നേരിട്ട് നോ നോട്ടീസ് ഷാൾ ബി, നിങ്ങൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യില്ല. അപ്പം അതിന് മുകളിലുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കാം കേട്ടോ. ഇനി അടുത്തത് പ്രിക്കോഷണറി അസസ്മെന്റ്. അഞ്ചാമത്തെ പ്രിക്കോഷണറി. എന്താ പ്രിക്കോഷണറി അസസ്മെന്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്? വെൻ ദി ഓണർഷിപ്പ് ഓഫ് ദി ഇൻകം ഇസ് ഇൻ ഡിസ്പ്യൂട്ട്, നിങ്ങളുടെ ഇൻകത്തിന്റെ ഓണർഷിപ്പ് തർക്കത്തിലാണെങ്കിൽ, തർക്കത്തിലാണെങ്കിൽ, ഓർ ഇസ് എ മാറ്റർ ഓഫ് ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയത്തിന്റെ ബേസ് ആണെങ്കിൽ, ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ അസസിംഗ് ഓഫീസർ ടു അസസ് എ പർട്ടിക്കുലർ ഇൻകം ഇൻ ദി കേസ് ഓഫ് എ പേഴ്സൺ. അപ്പം നിങ്ങൾ അസസിംഗ് ഓഫീസർക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്താൽ മതി, ഇന്ന കാരണങ്ങളാണെന്ന്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയുന്നത്, അപ്പം കിട്ടുന്നതാണ് ഒരു പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ് കേട്ടോ. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അത് കറക്റ്റായിട്ട് അസസ് ചെയ്ത് കൊടുക്കുന്ന വരയ്ക്ക് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഇൻകം ടാക്സ് അതോറിറ്റീസ് അവർ തരും. പിന്നെ അടുത്ത് സെർച്ച് അസസ്മെന്റ്. ഇൻ കേസ് ഓഫ് എനി പേഴ്സൺ once a search is initiated under section 132 or requisition of books is made under section 132A, the assessing officer shall proceed to assess the income of such person in accordance with the provisions of. അതുപോലെ നിങ്ങളുടെ ഇൻകം ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രൊവിഷൻസും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാണ്ടെങ്കിൽ അതും എല്ലാ പ്രൊവിഷൻസും, ഇപ്പോൾ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എന്ത് പ്രൊവിഷനുകളോടും വെച്ചാൽ അതൊക്കെ എന്താ പറയുന്നത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിലാണ് സെർച്ച് അസസ്മെന്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ അസസ്മെന്റിലുള്ളത്. പ്രൊസീജിയർ ഫോർ അസസ്മെന്റ് 6 അസസ്മെന്റ് കേട്ടോ. ചിലപ്പോൾ ഒരു എസ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഞാനൊരു 4-5 ക്ലാസ്സായിട്ട് എടുത്തിരിക്കണേ, ഭംഗിയായിട്ട് പഠിച്ച് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതോടുകൂടി എൻ്റെ തിയറി ഭാഗങ്ങൾ കഴിഞ്ഞു.